തുടർച്ചയായ 5-ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത് ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആശ്വാസമാവുകയാണ്. ഇന്ന് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,860 രൂപയായിട്ടുണ്ട്. ഇതോടെ പവന് 560 രൂപ ഇടിഞ്ഞ് 1,18,880 രൂപയിലാണ് സ്വർണ്ണ വ്യാപാരം. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 12,210 രൂപയാണ് വില. 14 കാരറ്റിന് 9,550 രൂപയും 9 കാരറ്റിന് 6,130 രൂപയുമായിട്ടുണ്ട്. അതേസമയം വെള്ളിവില ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 2,850 രൂപയാണ് വില. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ചാഞ്ചാട്ടത്തിൽ തുടരുന്നതാണ് സംസ്ഥാന വിലയിലും പ്രതിഫലിക്കുന്നത്. നിലവിൽ ഔൺസിന് $5,131 വ്യാപാരം. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഈ വർഷം ഇതുവരെ സ്വർണ്ണവില ഏകദേശം 18% വർദ്ധിക്കുകയും തുടർച്ചയായ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഡോളർ സൂചിക ഇടിഞ്ഞത് മറ്റു കറൻസികൾ ഉപയോഗിക്കുന്നവർക്ക് സ്വർണം വാങ്ങുന്നത് ലാഭകരമാക്കി. US നോൺ ഫോം പേറോൾസ് ഡാറ്റയ്ക്കായാണ് നിക്ഷേപകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതേസമയം US തൊഴിൽ കണക്കുകൾ പുറത്തുവരുന്നതിന് മുന്നോടിയായി ഡോളറിലുണ്ടായ ലാഭമെടുപ്പ് US ഡോളറിനെ വീണ്ടും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സ്വർണ്ണവില $5,100 മുകളിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിച്ചു. തൊഴിൽ വർധനവ് 50,000-ന് താഴെയാവുകയാണെങ്കിൽ അത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ നൽകും. ഇത് സ്വർണ്ണത്തിന് വലിയൊരു ഉത്തേജനമാകുമെന്നാണ് വിലയിരുത്തൽ. നേരെ മറിച്ച് പ്രതീക്ഷിച്ചതിലും ഉയർന്ന NFP കണക്കുകളാണ് പുറത്തുവരുന്നതെങ്കിൽ ഈ വർഷം 2 തവണയിൽ താഴെ മാത്രമേ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നിഗമനം. ചിലപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത തന്നെ വിപണി തള്ളിക്കളഞ്ഞേക്കാം. അങ്ങനെ വന്നാൽ സ്വർണ്ണവിലയെ പ്രതികൂലമായി ബാധിക്കും. എന്നാൽ NFP റിപ്പോർട്ടിനോടുള്ള വിപണിയുടെ പ്രതികരണം പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ യുദ്ധവാർത്തകൾ മൂലം മാറ്റിമറിക്കപ്പെട്ടേക്കാമെന്നാണ് വിലയിരുത്തലുകൾ. നിലവിൽ സംഘർഷം ലഘൂകരിക്കപ്പെടുന്നതിന്റെ സൂചനകളൊന്നും വിപണിയിൽ കാണുന്നില്ല. ഇത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും വില ഉയരുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.